മലബാറിലെ ഏറ്റവും വലിയ കണ്ണാശുപത്രി ജനങ്ങൾക്കായി ഇതാ മിഴി തുറക്കുന്നു. അഭയ് ഐ ഹോസ്പിറ്റൽ, ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, പെരിന്തൽമണ്ണ. മാതൃകാ പദ്ധതികളുമായി കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ബജറ്റ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരിയുടെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് PCA നൂർ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. അടിസ്ഥാന മേഖലയുടെ ത്വരിതമായ വളർച്ച ലക്ഷ്യം വെച്ചുകൊണ്ടാണ് 2024-25 വർഷത്തേക്കുള്ള വാർഷിക ബജറ്റ് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിൽ അവതരിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരിയുടെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് PCA നൂർ ബജറ്റ് അവതരിപ്പിച്ചു. ആരോഗ്യ, ഉൽപാദന മേഖലകൾക്കും ഭിന്നശേഷി, വയോജനക്ഷേമം, കല, സാംസ്കാരികം, വിദ്യാഭ്യാസം, യുവജനക്ഷേമം എന്നിവയ്ക്കും ഊന്നൽ നൽകിയിട്ടുണ്ട്. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ കാർഷിക അഭിവൃദ്ധിയും ആരോഗ്യ സംരക്ഷണവും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നൂതന പദ്ധതിയായി ജൈവരീതിയിൽ കൃഷി ചെയ്ത് നെല്ല് സംസ്കരിച്ച് അരിയാക്കി വിതരണം ചെയ്യാൻ വ്യവസായ എസ്റ്റേറ്റിൽ പുതിയ സംരംഭം തുടങ്ങാൻ ബജറ്റിൽ വിഹിതം വകയിരുത്തിയിട്ടുണ്ട്. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള മുഴുവൻ അംഗനവാടികൾക്കും സ്വന്തം കെട്ടിടം നിർമ്മിക്കാനും അംഗനവാടികൾ ഹൈടെക് ആക്കുന്നതിനും തുക വകയിരുത്തി. കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയുടെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് 1,10,00,000 രൂപ ബജറ്റിൽ നീക്കിവെച്ചിട്ടുണ്ട്. കണ്ണാശുപത്രി, ഫിസിയോതെറാപ്പി, വയോജന വാർഡ് എന്നിവയ്ക്ക് ഫർണിച്ചറും അനുബന്ധ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും തുക നീക്കിവെച്ചിട്ടുണ്ട്. സായാഹ്ന OPയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാനും തുക വകയിരുത്തി. വളരെ എല്ലാ ഭാഗവും വളരെ ടച്ച് ചെയ്ത് വളരെ ആസൂത്രണം ചെയ്തുകൊണ്ടുള്ള ഒരു ബജറ്റാണ്. ഇപ്പോൾ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് നിലവിൽ വന്നപ്പോൾ കോവിഡിൻ്റെ ഒരു പശ്ചാത്തലമായിരുന്നു. ഒക്കെ ഇന്ന് നമ്മളെ കേരളത്തിലെ പ്രത്യേകിച്ച് മലയാളികളൊക്കെ ആരോഗ്യത്തിന് വിനത കൽപ്പിക്കുമ്പോൾ ആ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള താലൂക്ക് ഹോസ്പിറ്റലിന് വലിയ ഒരു ഭീമമായ ഫണ്ട് വെച്ചുകൊണ്ട് അവിടെ കുടിവെള്ളത്തിൻ്റെ ക്ഷാമം പരിഹരിച്ചുകൊണ്ട്, അതുപോലെ തന്നെ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചുകൊണ്ട്, അതുപോലെ പുതിയ ഐ വാർഡ്, അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി അടക്കമുള്ള സംഗതികളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ആരോഗ്യ മേഖല വളരെ ഭംഗിയായി ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പുതിയൊരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കറിയാം, നമ്മളെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ ഇരുമ്പിളിയം പഞ്ചായത്തിലാണ് ഏറ്റവും കൂടുതൽ കാർഷിക മേഖലയുള്ളത്. കുറ്റിപ്പുറം മലപ്പുറം ജില്ലയിൽ തന്നെ പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ എന്ന് പറഞ്ഞാൽ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിലാണ് കാർഷികർ കൂടുതലുള്ളത്. അവിടെ തന്നെ ഇരുമ്പിളിയം പഞ്ചായത്തിലൊക്കെ നല്ല കാർഷിക വൃത്തിയിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മളത് കൃഷി ചെയ്യുന്നു, ആ നെല്ല് മറ്റു മേഖലയിലേക്ക് കൊണ്ടുപോയി വിൽക്കപ്പെടുന്നു എന്നല്ലാതെ ആ നമ്മളുണ്ടാക്കുന്ന അരി കുത്തി നെല്ല് കുത്തി അരിയാക്കി നല്ല ഒരു ഭക്ഷണം കഴിക്കാനുള്ള പുതിയ ഒരു പ്രൊജക്റ്റാണ് നമ്മൾ ഇത്തവണ നമ്മൾ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതും. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ OK സുബൈർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചിറ്റകത്ത്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാബിറ എടത്തടത്തിൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ മാനപ്പ മാസ്റ്റർ, ഹസീന ഇബ്രാഹിം, നസീറ പാറത്തൊടി തുടങ്ങി മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും നിർവഹണ ഉദ്യോഗസ്ഥരും ബജറ്റ് അവതരണത്തിൽ സന്നിഹിതരായിരുന്നു.